Hello, I am with Justin. Justin is a partner of Network Systems from Thrissur. Yeah. Justin, sir, എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഇതിനു മുമ്പ്? ആക്ച്വലി ഞാൻ 2009 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ചെറിയൊരു സ്ഥാപനമായിട്ട് ആസ് എ ട്രെയിനർ ഞാൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ലിനക്സ് ബേസ്ഡ് പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം തൃശ്ശൂരിലായിട്ട് ഞാനൊരു സ്ഥാപനം ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് തോന്നി അവിടുന്ന് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ടീം വർക്കിൽ നമുക്ക് പോകണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഞാൻ ആക്ച്വലി ആസ് എ ട്രെയിനർ ഞാൻ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാസ് എടുക്കാൻ പോകും. അതായിരുന്നു നെറ്റ്വർക്ക് സിസ്റ്റം എന്നിലേക്ക് വന്നിട്ടുള്ള ഫസ്റ്റത്തെ ഒരു സ്പാർക്ക് എന്ന് പറയാനുള്ള കാരണം. അത് നെറ്റ്വർക്ക് സിസ്റ്റം ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ 2016 കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അവിടുത്തെ ഒരു ഫാക്കൽറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിന് ഞാൻ അവിടെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാനൊരു ലിനക്സ് 5 days ലിനക്സ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഫാക്കൽറ്റീസ് ആയിട്ട് ഞാൻ അവരെ ഒരു റിഫ്രഷ്മെന്റ് ടൈമിൽ അവർക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് അവർക്ക് വരുന്നുണ്ട്. അത് ഓൾറെഡി ഇപ്പോൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീം ആണ് അത് എടുക്കുന്നത്. നല്ല ക്ലാസ് ആയിരുന്നു. ഇപ്പോൾ IPv4 ആണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിലും IPv6 വേർഷനിലാണ് ക്ലാസ് നടക്കുന്നത്. കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലുള്ള ക്ലാസ്, നല്ല ക്ലാസ് ആണെന്ന് ഞാൻ ക്ലാസ് എടുക്കുന്ന സാറന്മാരെ കുറിച്ച് അവർ തന്നെയാണ് എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു ID കാർഡ് എനിക്ക് ആ സാറ് എനിക്ക് തന്ന് ഞാനത് പോക്കറ്റിൽ വെച്ച് ഞാൻ എൻ്റെ ഒരു കോളർ ID മീൻസ് കോളർ മൈക്കിൽ ഞാൻ വെക്കുന്ന അതിൽ ഈ നെറ്റ്വർക്ക് സിസ്റ്റത്തിൻ്റെ ഒരു കാർഡ് ഞാൻ വെച്ച് 2016. അപ്പോൾ ആ ഒരു പോസിറ്റീവ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് സാറുമാർ അവിടുത്തെ കണ്ണൂരത്തെ ഫാക്കൽറ്റീസാണ് പറയുന്നത് നല്ല ക്ലാസ് ആയിരുന്നു, സാറിന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ആ കാർഡ് എനിക്ക് തരുന്നത്. അപ്പോൾ ഒരു സാറ് എനിക്ക് തന്നാലും ഒരു HOD കാരാണ് അത്. ആ HOD തന്നല്ലേ എന്ന് വിചാരിച്ച് ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇട്ട് വേസ്റ്റ് ആക്കില്ല. ഞാനൊരു കോളർ മൈക്ക് വയ്ക്കുന്ന അതേ ആ ഒരു ബാഗിൽ ഞാൻ അതിനെ ഇട്ടു. ഒരു 4-5 വർഷത്തോളം അതവിടെ കിടന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ നെറ്റ്വർക്ക് സിസ്റ്റം ഇങ്ങനെ കാണും. അപ്പം ഞാൻ പിന്നെ അതിനെ കുറിച്ചിട്ടൊരു ബോധമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ആ കാർഡ് പിന്നീട് എൻ്റെ ലൈഫിലോട്ട് പിന്നെ 2021 പിന്നെ നെറ്റ്വർക്ക് സിസ്റ്റംസ് എന്നാണ് കോള് വരണേന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോള് വരാണ്. പിന്നെ 2021 സംതിങ് പാർട്ട്ണർ ആവാൻ ഇങ്ങനെ താല്പര്യമുണ്ടോ ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ ഓൾറെഡി റൺ ചെയ്തോണ്ടിരിക്കുമ്പം അത് വിട്ടിട്ട് നെറ്റ്വർക്ക് സിസ്റ്റം ജോയിൻ ചെയ്യണമെന്ന് ഞാനത് ആക്ച്വലി അത് വിട്ടിട്ടില്ല. ആക്ച്വലി ഞാൻ അത് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ്. അത് വിടാൻ പറ്റില്ല. പക്ഷെ അതിന്റെ കൂടെ നെറ്റ്വർക്ക് സിസ്റ്റം ഇപ്പൊ ആഡ് ചെയ്തു, നിങ്ങൾ ഇപ്പൊ റൺ ചെയ്തോണ്ടിരിക്കുന്നത്. എങ്ങനെയാ രണ്ടുപേരും കൂടെ? മാഡമും ഇതിനകത്ത് ഇൻവോൾവ് ആണോ? അതെ. ടെക്നിക്കലായിട്ട് ഇൻവോൾവ്. ആക്ച്വലി എൻ്റെ വൈഫും കൂടിയാണ്, ഡിനുമോളാണ്. അപ്പൊ ആളും MSc ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടെക്നിക്കൽ സെക്ഷൻ ടീച്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഞാനില്ലാത്ത സമയത്തായാലും ടീച്ചറായിരിക്കും ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ നമുക്കൊരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നിർത്തിയും കൊണ്ട് നമ്മൾ പുറത്ത് പോയിട്ട് ട്രെയിനിങ് ചെയ്യുക. നെറ്റ്വർക്ക് സിസ്റ്റം എടുത്തിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? ഹൗ ഡു യു ഫീൽ? നമുക്ക് നെറ്റ്വർക്ക് സിസ്റ്റം ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്നെ സംബന്ധിച്ച് ആക്ച്വലി ഞാനൊരു ME പോസ്റ്റ് ഗ്രാജുവേഷൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ബിസിനസ് ലെവലിൽ ഞാൻ ഡിപ്ലോമയും എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ബിസിനസ് ലെവലിലോട്ടുള്ള ഒരു നോളജ് കുറവാണ് സത്യം പറയാലോ. ടീച്ചിങ് ട്രെയിനിങ് എന്നുള്ള ഒരു ഫീൽഡാണ്. പിന്നെ ടെക്നിക്കലി ആണ് നമ്മൾ കുറച്ചും കൂടി ഡൊമൈൻ ചെയ്യുന്നത്. അതെ, അതില് നെറ്റ്വർക്ക് സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു എന്താ പറയാ സപ്പോർട്ട് നമുക്ക് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാൽ നെറ്റ്വർക്ക് സിസ്റ്റത്തിനൊന്നും കൊടുക്കാൻ പറ്റില്ല. ഫ്രാഞ്ചൈസി എടുത്തു എന്നുള്ളത് ഓക്കെ, പക്ഷെ നമുക്ക് റിട്ടേൺ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് കിട്ടുന്നത് വരെ എവിടെയാണ് ആ പ്രോബ്ലം എന്ന് മനസ്സിലാക്കി ഓരോ പ്രോബ്ലത്തിനും രാജൻ സാറായാലും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ 3 വർഷത്തോളം രാജൻ സാറ് നമ്മളിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിലത്തെ ഏറ്റവും വലിയൊരു സംഭവം. അത് നെറ്റ്വർക്ക് സിസ്റ്റത്തിനെ ഒരു ഫ്രാഞ്ചൈസി ഓണറായിട്ട് ഒരു ട്രെയിനറായിട്ടും കാണുന്ന ഒരു ജസ്റ്റിൻ സാറിന്റെ ഒരു ടെസ്റ്റ് മണിയാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. നിങ്ങൾ ഫ്രാഞ്ചൈസി എടുക്കണമെന്ന്, നെറ്റ്വർക്ക് സിസ്റ്റത്തിന്റെ ഫ്രാഞ്ചൈസി എടുക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഈ ഒരു ടെക്നിക്കൽ ട്രെയിനർ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ട്രെയിനർ പണി ചെയ്യുമ്പോഴും
നിങ്ങൾക്കൊരു ഒരു സ്ഥാപനത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇവരെ പോലെ ഒരു കപ്പിൾ ആയിരുന്നെങ്കിൽ ഇപ്പം പലരും പല ജോലികൾ വിട്ടിട്ട് ഇപ്പം ഒരു പുതിയ സംഭരണം തുടങ്ങണം എന്നുള്ള ആ ഒരു ചിന്തയിൽ ഇരിക്കുന്ന ചില ആൾക്കാർക്ക് ഇവരെ പോലെ ഒരു സാക്ഷിയാകാനും ഇവരെ പോലെ ഒരു എക്സാമ്പിൾ ആകാനും പറ്റും. നെറ്റ്വർക്ക് സിസ്റ്റത്തോട് ജോയിൻ ചെയ്യുക, അവരുടെ കൂടെ ചേർന്ന് ഈ ഫ്രാഞ്ചൈസി സിസ്റ്റംസ് വളർത്തുക. നിങ്ങൾക്കും ഒരു നെറ്റ്വർക്ക് സിസ്റ്റത്തിന്റെ ഒരു ഫ്രാഞ്ചൈസി ആകാനുള്ള ഒരു ചാൻസ് ഇപ്പൊ കിട്ടും. സൈൻ അപ്പ് ഇമ്മീഡിയറ്റ്ലി. Thank you very much. Thank you.